മലയാളിയുടെ പ്രിയപ്പെട്ട സംവിധായകൻ ഹിറ്റ് മേക്കർ ഷാഫി ഇന്ന് മലയാള സിനിമയോടും മലയാള മണ്ണിനോടും ഒക്കെ വിട പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാള സിനിമയ്ക്കും മലയാള പ്രേക്ഷകർക്കും വളരെ നഷ്ടം തന്നെ ആയിരിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്ന കാര്യം. അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്ന ഓരോ സിനിമകളും മലയാളികളുടെ മനസ്സിൽ ചിരിക്കുന്ന സിനിമകളായിരുന്നു. അദ്ദേഹം ഓരോ സിനിമകളെ ആനന്ദപ്പെടുത്തുന്ന സിനിമകളായിരുന്നു, ചിന്തിപ്പിക്കുന്ന സിനിമകളായിരുന്നു. അങ്ങനെ ഷെർലക് ടോംസ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ നർമ്മം ഉണ്ടെങ്കിലും അതെല്ലാം അതൊരു പ്രത്യേകമായൊരു മെഷർമെൻറ്റാണ് അദ്ദേഹം സിനിമ ചെയ്തിരിക്കുന്നത്. മായാവി, അങ്ങനെ എടുത്തു പറയാൻ ധാരാളം സിനിമകളുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകെട്ടിൽ നിന്നിട്ടുള്ള എല്ലാ നടന്മാർക്കും അതൊരു ഹിറ്റ് സിനിമ തന്നെ ആയി മാറുകയായിരുന്നു. അതിൻ്റെ ആ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അത് എൻ്റെ സിനിമ എന്ന് അഭിമാനത്തോട് പറയാൻ പറ്റുന്ന സിനിമകളായി തന്നെ മാറുകയായിരുന്നു. നമ്മൾ ഷാഫി എന്ന് പറയുന്നത് മലയാള സിനിമകൾക്ക് മാത്രമല്ല, മലയാള പ്രേക്ഷകർക്ക് ഷാഫിയുടെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകമായൊരു കാഴ്ചപ്പാടിലാണ് ആ സിനിമയെ കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ വരാൻ വേണ്ടി ആൾക്കാർ കണ്ണും നട്ട് ഇരുന്ന ഒരു കാലമായിരുന്നു ഷാഫിയുടെ ഒരു കാലം എന്ന് പറയുന്നത്. നമ്മളിപ്പം അദ്ദേഹത്തിൻ്റെ വിയോഗ സമയത്ത് അദ്ദേഹത്തെ പുകഴ്ത്തി പറയുകയല്ല, അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും അദ്ദേഹം മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിലെ അടയാളപ്പെടുത്തി തന്നെയാണ് അദ്ദേഹം ഇന്ന് മലയാള മണ്ണിനോട് വിട പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാള സിനിമയ്ക്ക് മാത്രമല്ല മലയാള പ്രേക്ഷകർക്കും വളരെ വളരെ തീരാ നഷ്ടം തന്നെ ആയിരിക്കും എന്ന് നമ്മൾ സംശയം നമുക്ക് ഇല്ലാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇനിയും ഇതുപോലെയുള്ള സിനിമകൾ ഉണ്ടാകില്ല എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുള്ള സിനിമകൾ ഇനിയും നമുക്ക് മലയാള സിനിമയ്ക്ക് ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഷാഫി എന്ന് പറയുന്ന ഹിറ്റ് മേക്കർ അന്തരിച്ചിരിക്കുന്നു എന്നത് മലയാള സിനിമാ പ്രേക്ഷകർക്ക് വളരെ തീരാ നഷ്ടമാണ്. മലയാള സിനിമ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കും മുന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ആ ഒരു കൂട്ടുകെട്ടിൽ ഇരുന്നവർക്കെല്ലാം തന്നെ വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ നിസ്സംശയം നമ്മൾ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇപ്പം ബെന്നി പി നായരമ്പലത്തിൻ്റെയൊക്കെ കൂട്ടുകെട്ട് ധാരാളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സിനിമ നിർമ്മാണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിനിമയുടെ പല മേഖലകളിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ വിജയപ്രദമായിരുന്നു. രാജസേന എന്ന് പറയുന്ന ഡയറക്ടറുടെ ശിഷ്യനായിരുന്നു. അങ്ങനെ പല സിനിമകളുടെയും ഭാഗമാകാൻ അസോസിയേറ്റ് ഡയറക്ടർ എന്ന നിലയിലും ഒക്കെ അദ്ദേഹം പല സിനിമകളുടെ ഭാഗമാകാനും പിന്നീട് സ്വതന്ത്ര സംവിധായകനായിട്ട് മലയാളികൾക്ക് മറക്കാനാകാത്ത ധാരാളം സിനിമകൾ അദ്ദേഹം 19 സിനിമകളും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമകളൊന്നും തന്നെ മാറ്റി നിർത്താതെ മലയാള സിനിമാ പ്രേക്ഷകർ ഹൃദയത്തിലേറ്റിയ സിനിമ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ വരാൻ വേണ്ടി മലയാളികൾ ഓരോ ദിവസവും കാത്തിരുന്ന ഒരു കാലം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടാണ് അദ്ദേഹം ഇന്ന് മലയാള മണ്ണിനോടും മലയാള സിനിമയോടും മലയാള സിനിമാ ലോകത്തോടും ഒക്കെ വിട പറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിലെ, അദ്ദേഹം അനശ്വരമാക്കിയ സിനിമകൾക്ക് മുന്നിലെ, അദ്ദേഹത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആദരവോടും കൂടി, അദ്ദേഹം അർഹിക്കുന്ന എല്ലാവിധ ആദരവോടും കൂടി നമ്മൾ അദ്ദേഹത്തിന് വിട കൊടുക്കണം. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സിനിമകളുടെയും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നമ്മൾ അദ്ദേഹത്തിന് അടയാളപ്പെടുത്തിപ്പോയ ഓരോ സിനിമകൾക്ക് മുന്നിലും നമ്മൾ അദ്ദേഹത്തിന് എല്ലാവിധ ആദരവോടും കൂടി സ്പാർട്ടൻ സഫാരിയുടെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഷാഫി എന്ന് പറയുന്ന ഡയറക്ടർ മലയാള സിനിമയോടും മലയാള മണ്ണിനോടും വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലെ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു.